ما المسيح ابن مريم إلا رسول قد خلت من قبله الرسل وأمه صديقة كانا يأكلان الطعام انظر كيف نبين لهم الآيات ثم انظر أنى يؤفكون. മറിയമിന്റെ പുത്രൻ മസീഹ് ഒരു ദൈവദൂതനല്ലാതെ മറ്റാരുമായിരുന്നില്ല. അദ്ദേഹത്തിന് മുമ്പും നിരവധി ദൈവദൂതന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാതാവ് തികഞ്ഞ സത്യവതിയായിരുന്നു. അവരിരുവരും ആഹാരം കഴിച്ചിരുന്നു. നാം യാഥാർത്ഥ്യത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് മുമ്പിൽ എങ്ങനെ വെളിപ്പെടുത്തുന്നുവെന്ന് നോക്കുക. പിന്നെയും അവർ എങ്ങോട്ടാണ് വ്യതിചലിച്ചു പോകുന്നതെന്നും നോക്കുക. യേശു ദൈവമാണെന്ന ക്രൈസ്തവരുടെ വിശ്വാസത്തെ ഇതിലും വ്യക്തമായ ഭാഷയിൽ ഖണ്ഡിക്കുക സാധ്യമല്ല. വാസ്തവത്തിൽ മസീഹ് ആരായിരുന്നു എന്നറിയാൻ ആഗ്രഹമുള്ളവർക്ക് അദ്ദേഹം ഒരു മനുഷ്യൻ മാത്രമായിരുന്നുവെന്ന് ഈ അടയാളങ്ങൾ കൊണ്ട് അസന്നിഗ്ധമായി ബോധ്യപ്പെടുന്നതാണ്. ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തുവന്ന നീണ്ട വംശപരമ്പരയുള്ള മനുഷ്യന്റെ ശരീരാകൃതിയുള്ള മനുഷ്യന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന മസീഹ് ദൈവമാവാൻ തരമില്ല എന്നത് എത്രയും വ്യക്തമായ വസ്തുതയാണ്. അദ്ദേഹം ആഹാരം കഴിക്കുന്നു, ഉറങ്ങുന്നു, ചൂടും തണുപ്പും അനുഭവിക്കുന്നു, പിശാചിന്റെ പരീക്ഷണത്തിന് പോലും വിധേയനാകുന്നു. അങ്ങനെയുള്ള മസീഹ് ദൈവമാണെന്നോ ദൈവത്വത്തിൽ പങ്കാളിയാണെന്നോ ബുദ്ധിയുള്ള മനുഷ്യന് സങ്കല്പിക്കാനൊക്കുമോ? തങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ ഒരു മനുഷ്യജീവിതം നയിച്ചതായി കാണുന്ന മസീഹിന് ദൈവത്വത്തിന്റേതായ ഗുണങ്ങൾ നൽകി പൂജിക്കുകയും അതിൽ തന്നെ ഷഡ്ഢിച്ചു നിൽക്കുകയും ചെയ്യുന്ന ക്രൈസ്തവ ചിന്ത അത്ഭുതകരം തന്നെ. മനുഷ്യൻ ദുർമാർഗത്തിലേക്ക് വ്യതിചലിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവനെ സൽപാതയിലേക്ക് ആനയിക്കുക ആർക്കും സാധ്യമല്ല. സംഭവലോകത്ത് അറിയപ്പെടുന്ന ചരിത്രപുരുഷനായ മസീഹിലല്ല, ഭാവനാസൃഷ്ടിയായ ഒരു കൃത്രിമ മസീഹിലാണ് അവർ വിശ്വസിക്കുന്നത്. قل أتعبدون من دون الله ما لا يملك لكم ضرا ولا نفعا والله هو السميع العليم. അവരോട് പറയുക, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ അധികാരമില്ലാത്തവയെ നിങ്ങൾ ആരാധിക്കുന്നുവോ? എന്നാൽ സകലതും കേൾക്കുന്നവനും സർവജ്ഞനുമായിട്ടുള്ളവൻ അല്ലാഹു മാത്രമാകുന്നു. قل يا أهل الكتاب لا تغلوا في دينكم غير الحق ولا تتبعوا أهواء قوم قد ضلوا من قبل وأضلوا كثيرا وضلوا عن سواء السبيل. പറയുക, അല്ലയോ വേദക്കാരെ, സ്വന്തം മതത്തിൽ അന്യായമായി തീവ്രത കൈക്കൊള്ളാതിരിക്കുക. നിങ്ങൾക്ക് മുമ്പ് സ്വയം ദുർമാർഗികളാവുകയും അനേകം പേരെ ദുർമാർഗത്തിലാക്കുകയും സൽപന്ഥാവിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്ത ജനത്തിന്റെ ഭാവനകളെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ലാത്തതാകുന്നു. ക്രിസ്ത്യാനികൾ അബദ്ധവിശ്വാസങ്ങളും അസത്യമാർഗങ്ങളും സ്വീകരിച്ച ഗ്രീക്ക് തത്വശാസ്ത്രകാരന്മാരിലേക്കാണ് ഈ സൂക്തത്തിന്റെ സൂചന. അവരുടെ ചിന്താഗതികളിൽ ആകൃഷ്ടരായിട്ടാണ് ക്രൈസ്തവ നേതാക്കൾ വ്യതിചലിച്ചത്. മസീഹിന്റെ ആദ്യത്തെ അനുയായികൾ അംഗീകരിച്ചിരുന്ന ആദർശം ഏറെക്കുറെ അവർ നേരിട്ട് കണ്ടതും നേതാക്കൾ അഭ്യസിച്ചതുമായ സത്യദർശനത്തിന് അനുസരിച്ചുള്ളതായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് മസീഹിനോടുള്ള ഭക്തിവിശ്വാസത്തിൽ അവർ അതിരു കവിഞ്ഞു. മറുഭാഗത്ത് അയൽ സമുദായക്കാരുടെ തത്വശാസ്ത്രപരമായ അന്ധവിശ്വാസങ്ങളിൽ ആകൃഷ്ടരായി സ്വന്തം ആദർശങ്ങൾക്ക് അതിശയോക്തിപരങ്ങളായ വ്യാഖ്യാനങ്ങൾ നൽകി തുടങ്ങി. അവസാനം മസീഹിന്റെ സാക്ഷാൽ നിർദ്ദേശങ്ങൾക്ക് പാഠവിരുദ്ധമായ ഒരു പുതിയ മതം തന്നെ അവർ ആവിഷ്കരിച്ചു. അതിരറ്റ സ്നേഹവും ഭക്തിയുമാണ് ക്രിസ്ത്യാനികളെ വഴിതെറ്റിച്ചതെന്ന് ക്രൈസ്തവ പണ്ഡിതന്മാരുടെ പ്രസ്താവനകളിൽ നിന്നുതന്നെ വ്യക്തമാവുന്നുണ്ട്. യേശുക്രിസ്തുവിനെ ദൈവമാക്കാനും ദൈവപുത്രനാക്കാനും അദ്ദേഹത്തോട് ദൈവിക ഗുണങ്ങൾ ചേർക്കാനും പാപമോചന വിശ്വാസം കെട്ടിയുണ്ടാക്കാനും മറ്റും അവരെ പ്രേരിപ്പിച്ചത് പ്രസ്തുത അതിരു കവിച്ചിലായിരുന്നു. മസീഹിന്റെ അധ്യാപനങ്ങളിലാകട്ടെ ഈ വിശ്വാസങ്ങൾക്കൊന്നും ഒരടിസ്ഥാനവുമില്ല. പിന്നീട് ക്രൈസ്തവരെ തത്വശാസ്ത്രഭ്രമം പിടികൂടിയപ്പോൾ തങ്ങളുടെ ആദ്യത്തെ തെറ്റ് തിരുത്തുന്നതിനു പകരം പൂർവികന്മാരുടെ അബദ്ധങ്ങൾക്ക് ന്യായീകരണം നൽകാനാണ് ഒരുമ്പെട്ടത്.
യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ശിക്ഷണങ്ങളിലേക്ക് അവർ മടങ്ങിയില്ല. വെറും ന്യായശാസ്ത്രത്തിന്റെയും തത്വശാസ്ത്രത്തിന്റെയും സഹായത്തോടെ അവർ ഒരു വിശ്വാസത്തിന്മേൽ മറ്റൊരു വിശ്വാസം സ്വയം ചമച്ചുണ്ടാക്കി. മുകളിൽ പറഞ്ഞ സൂക്തങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ ക്രിസ്ത്യാനികളെ താക്കീത് ചെയ്യുന്നത് അതേ വഴികേടിനെ പറ്റിയാണ്. لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون. ഇസ്രായേൽ വംശത്തിൽ നിഷേധത്തിന്റെ മാർഗം സ്വീകരിച്ചവർ ദാവൂദിന്റെയും മറിയമിന്റെ പുത്രൻ ഈസായുടെയും നാവുകളാൽ ശപിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ ധിക്കാരികളായിരുന്നു, അതിക്രമങ്ങൾ അനുവർത്തിക്കുന്നവരുമായിരുന്നു. كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون. തങ്ങൾ ചെയ്ത ദുഷ്ചെയ്തികളെ അവർ പരസ്പരം വിലക്കാറുണ്ടായിരുന്നില്ല. എന്തുമാത്രം ദുഷിച്ച കർമ്മരീതിയാണ് അവർ കൈക്കൊണ്ടത്. ഏതാനും വ്യക്തികളിൽ നിന്നാണ് ഒരു സമുദായത്തിന്റെ ദൂഷ്യം ആരംഭിക്കുന്നത്. സമുദായത്തിന്റെ സാമൂഹിക മനസാക്ഷി സജീവമാണെങ്കിൽ പൊതുജനാഭിപ്രായം ആ ദുഷിച്ച വ്യക്തികളെ ഒതുക്കി നിർത്തും. അങ്ങനെ സമുദായം മൊത്തത്തിൽ തിന്മയിൽ പതിക്കാതിരിക്കുകയും ചെയ്യും. എന്നാൽ വ്യക്തികളെ സംബന്ധിച്ച് സമുദായം അനാസ്ഥയും അശ്രദ്ധയും കാണിക്കുന്നുവെന്ന് കരുതുക. ദുർവൃത്തരായ ആളുകളെ അധിക്ഷേപിക്കാതെ സമൂഹത്തിൽ തിന്മ പ്രവർത്തിക്കാനായി നിർബാധം വിടുകയും ചെയ്യുന്നു എങ്കിൽ ആരംഭത്തിൽ ചില വ്യക്തികളിൽ മാത്രം പരിമിതമായിരുന്ന തിന്മ ക്രമേണ സമൂഹത്തിൽ മുഴുവൻ സംക്രമിക്കാൻ തുടങ്ങും. ഇങ്ങനെയാണ് ഇസ്രായേൽ സമുദായത്തിൽ നീചവൃത്തി വ്യാപിക്കാൻ ഇടയായത്. ترى كثيرا منهم يتولون الذين كفروا لبئس ما قدمت لهم أنفسهم أن سخط الله عليهم وفي العذاب هم خالدون. ഇന്ന് അവരിൽ ധാരാളം ആളുകൾ വിശ്വാസികൾക്കെതിരിൽ സത്യനിഷേധികളെ മിത്രങ്ങളും സഹായികളുമായി സ്വീകരിക്കുന്നത് നിനക്ക് കാണാം. തീരെ ദുഷിച്ച പരിണതി തന്നെയാകുന്നു അവർ തങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. അല്ലാഹു അവരോട് കോപിച്ചിരിക്കുന്നു. അവർ ശാശ്വതമായ ശിക്ഷയിൽ അകപ്പെടുന്നതാകുന്നു. ولو كانوا يؤمنون بالله والنبي وما أنزل إليه ما اتخذوهم أولياء ولكن كثيرا منهم فاسقون. അല്ലാഹുവിലും പ്രവാചകനിലും പ്രവാചകന് അവതീർണമായതിലും യഥാർത്ഥത്തിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും വിശ്വാസികൾക്കെതിരായി നിഷേധികളെ മിത്രങ്ങളാക്കുമായിരുന്നില്ല. പക്ഷേ അവരിലധികം ആളുകളും അല്ലാഹുവിനോട് കൂറില്ലാത്തവരാകുന്നു. ഏകദൈവത്തിലും പ്രവാചകനിലും വേദഗ്രന്ഥത്തിലും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അവയിലൊന്നും വിശ്വാസമില്ലാത്ത മുശ്രിക്കുകളോടല്ല സ്വാഭാവികമായി മമതയും അനുഭാവവും ഉണ്ടാവേണ്ടത്. മറിച്ച് മതവിഷയത്തിൽ ഭിന്നിപ്പുള്ളവരെങ്കിലും ദൈവത്തിലും ദിവ്യബോധനത്തിലും പ്രവാചക ദൌത്യത്തിലും വിശ്വസിക്കുന്നവരെന്ന നിലയിൽ മുസ്ലിങ്ങളോടായിരിക്കും അവർക്ക് കൂടുതൽ സ്നേഹവും അനുഭാവവും ഉണ്ടാവേണ്ടത്. എന്നാൽ യഹൂദന്മാരുടെ സ്ഥിതി വിചിത്രമായിരിക്കുന്നു. തൗഹീദും ശിർക്കും തമ്മിലുള്ള തുറന്ന സംഘടനത്തിൽ അവർ മുശ്രിക്കുകളുടെ കൂടെയാണ്. നുബുവത്ത് നിഷേധവും നുബുവത്ത് വാദവും തമ്മിലുള്ള പോരാട്ടത്തിൽ നുബുവത്ത് നിഷേധികളെയാണ് അവർ പരസ്യമായി സഹായിച്ചത്. അതേ അവസരത്തിൽ തങ്ങൾ ദൈവത്തെയും ദൈവദൂതന്മാരെയും ദൈവിക ഗ്രന്ഥങ്ങളെയും അംഗീകരിക്കുന്നുവെന്ന് അവർ നിസ്സങ്കോചം അവകാശപ്പെടുകയും ചെയ്യുന്നു. لتجدن أشد الناس عداوة للذين آمنوا اليهود والذين أشركوا ولتجدن أقربهم مودة للذين آمنوا الذين قالوا إنا نصارى ذلك بأن منهم قسيسين ورهبانا وأنهم لا يستكبرون. വിശ്വാസികളോട്
ഏറ്റവും വിരോധമുള്ളവർ ജൂതന്മാരും ബഹുദൈവ വിശ്വാസികളുമാണെന്ന് നിനക്കു കാണാം. തങ്ങൾ നസ്രാണികളാണ് എന്ന് പറഞ്ഞവരാകുന്നു മമതയാൽ വിശ്വാസികളോട് അടുത്തവരെന്നും കാണാം. അവരിൽ ദൈവഭക്തരായ ജ്ഞാനികളും ലോകപരിത്യാഗികളായ പുരോഹിതന്മാരും ഉണ്ടെന്നതും അവർ അഹങ്കാരികളല്ല എന്നതുമത്രേ അതിനു കാരണം. وَإِذَا سَمِعُوا مَا أُنزِلَ إِلَى الرَّسُولِ تَرَى أَعْيُنَهُمْ تَفِيضُ مِنَ الدَّمْعِ مِمَّا عَرَفُوا مِنَ الْحَقِّ يَقُولُونَ رَبَّنَا آمَنَّا فَاكْتُبْنَا مَعَ الشَّاهِدِينَ. ദൈവദൂതന് അവതീർണമായ വചനങ്ങൾ കേൾക്കുമ്പോൾ സത്യബോധത്താൽ അവരുടെ കണ്ണുകളിൽ കണ്ണുനീർ വഴിഞ്ഞൊഴുകുന്നത് നിനക്കു കാണാം. അവർ പറഞ്ഞു പോകുന്നു, നാഥ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളുടെ നാമം നീ സാക്ഷികളുടെ ഗണത്തിൽ രേഖപ്പെടുത്തേണമേ. وَمَا لَنَا لَا نُؤْمِنُ بِاللَّهِ وَمَا جَاءَنَا مِنَ الْحَقِّ وَنَطْمَعُ أَن يُدْخِلَنَا رَبُّنَا مَعَ الْقَوْمِ الصَّالِحِينَ. അവർ പറയുന്നു, നാഥൻ ഞങ്ങളെ സച്ചരിതരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ കൊതിച്ചിരിക്കെ അല്ലാഹുവിലും ഞങ്ങളിലാഗതമായ സത്യത്തിലും എന്തിന് വിശ്വസിക്കാതിരിക്കണം? فَأَثَابَهُمُ اللَّهُ بِمَا قَالُوا جَنَّاتٍ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ خَالِدِينَ فِيهَا وَذَلِكَ جَزَاءُ الْمُحْسِنِينَ. ഈ വിധം പറഞ്ഞതിന്റെ ഫലമായി അല്ലാഹു അവർക്ക് സ്വർഗീയാരാമങ്ങൾ സമ്മാനിക്കുന്നതാകുന്നു. അവയുടെ താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അവർ അവിടെ നിത്യവാസികളായിരിക്കും. ഇതാകുന്നു നന്മയുടെ വഴി സ്വീകരിക്കുന്നവർക്കുള്ള പ്രതിഫലം. وَالَّذِينَ كَفَرُوا وَكَذَّبُوا بِآيَاتِنَا أُولَئِكَ أَصْحَابُ الْجَحِيمِ. നമ്മുടെ സൂക്തങ്ങളെ നിഷേധിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നവരോ നരകാർഹരാകുന്നു. مَا الْمَسِيحُ ابْنُ مَرْيَمَ إِلَّا رَسُولٌ